ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തിൽ ന്യൂഡൽഹിയിൽ ഊർജ്ജ സംരക്ഷണ രംഗത്തെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. മത്സ്യബന്ധന രംഗത്തെ വികസനം ലക്ഷ്യമിട്ട് ലക്ഷദ്വീപിൽ നടന്ന ആദ്യ നിക്ഷേപക സംഗമത്തിൽ 519 കോടി രൂപയുടെ ആസൂത്രിത നിക്ഷേപം നടന്നതായി കേന്ദ്ര സർക്കാർ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രേക്ഷക പങ്കാളിത്തമേറുന്നു. 3ാം ദിനത്തിൽ മലയാള ക്ലാസിക്കുകളായ വാനപ്രസ്ഥവും ചെമ്മീനും പ്രദർശനത്തിന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് വൈകിട്ട് ധരംശാലയിൽ. വാർത്തകൾ വിശദമായി. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായ ഇന്ന് ന്യൂഡൽഹി വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഊർജ്ജോപയോഗം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഊർജ്ജം സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. भारत विश्व की सबसे तेजी से बढ़ती हुई अर्थव्यवस्था में से एक है. विकास की इस यात्रा में सभी नागरिकों तक बिजली की पहुंच, शहरीकरण, विस्तार और जीवन स्तर पर सुधार के कारण ऊर्जा की आवश्यकता भी तेजी से बढ़ रही है. ऊर्जा की बचत ऊर्जा का सबसे पर्यावरण अनुरूप और विश्वसनीय स्रोत है. ऊर्जा संरक्षण केवल एक विकल्प नहीं बल्कि आज की सबसे महत्वपूर्ण आवश्यकता में से एक है. ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ്, ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ചുള്ള ദേശീയ ചിത്രരചന മത്സര വിജയികൾ എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി വിതരണം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരം ജോർദാനിലെ ഹഷമേറ്റിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ജോർദാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. വിദേശ പര്യടനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഈ മാസം 16-ന് ശ്രീ മോദി എത്യോപ്യയിലെത്തും. തുടർന്ന് ഒമാനിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. നീക്കം ചെയ്യാത്ത പ്രചാരണ സാമഗ്രികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നീക്കം ചെയ്ത് അതിന്റെ ചെലവ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ചിട്ടയായ ഒന്നിച്ചുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. വാർഡ് തലം മുതൽ ശക്തമായ പ്രവർത്തനമാണ് നടത്തിയതെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പരാജയം ഉണ്ടാകാനിടയായ സാഹചര്യം പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നും മന്ത്രി പ്രതികരിച്ചു. വാശിയേറിയ പോരാട്ടം നടന്ന ആലപ്പുഴ ജില്ലയിൽ 9 പഞ്ചായത്തുകളിൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. വിശദ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. പള്ളിപ്പുറത്തെ LDF-നും UDF-നും 7 വീതവും NDAക്ക് 5 അംഗങ്ങളാണുള്ളത്. ചെറിയനാട് പഞ്ചായത്തിൽ LDF-നും UDF-നും 6 വീതവും, ആലാ പഞ്ചായത്തിൽ UDF-നും NDAക്കും 5 വീതവും, കരുവാറ്റയിൽ LDF-നും UDF-നും 7 സീറ്റും NDAക്ക് 2 സീറ്റുമുണ്ട്. ചെന്നിത്തല തൃപ്പൂണിത്തുറയിൽ LDF-നും NDAക്കും 7 വീതവും UDF-ന് 5 സീറ്റുമുണ്ട്. താമരക്കുളത്ത് LDF-നും UDF-നും 7 വീതവും NDAക്ക് 3 സീറ്റുണ്ട്. വള്ളിക്കുന്നത്ത് LDF-നും UDF-നും 7 സീറ്റും, ചേപ്പാട് പഞ്ചായത്തിൽ LDF-നും UDF-നും 7 സീറ്റും, തൃക്കുന്നപ്പുഴയിൽ LDF-നും UDF-നും 8 വീതവും NDAക്ക് 1 സീറ്റുമുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ബേക്കൽ, പുത്തിക ഡിവിഷനുകളിൽ റീകൌണ്ടിംഗ് പൂർത്തിയായി. ജില്ലാ കളക്ടർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് റീകൌണ്ടിംഗിന് ഉത്തരവിട്ടത്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഫലപ്രഖ്യാപനത്തിൽ നിന്നും റീകൌണ്ടിംഗിലും മാറ്റമുണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിലെ 7 ഡിവിഷനുകളിൽ UDF, 8 ഡിവിഷനുകളിൽ LDF, 1 ഡിവിഷനിൽ NDA ആണ് വിജയിച്ചിരിക്കുന്നത്. ഇരിങ്ങാലക്കുട മുൻ നഗരസഭാ വൈസ് ചെയർമാന്റെ വീടിന്റെ കോമ്പൌണ്ടിലേക്ക് ആക്രമണം നടത്തിയ കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിൽ. കൊരുമ്പിശ്ശേരി ഐനിയിൽ വീട്ടിൽ മഹേഷ്, മനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,77,30,000 കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിതരണം ചെയ്ത ഫോമുകളുടെ 99.57% ഇത്. ഫോമുകൾ മടക്കി നൽകാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാലക്കാട് ജില്ലയിൽ 2ാം വിള നടീൽ നടക്കുമ്പോൾ യൂറിയ ക്ഷാമം നെൽകൃഷിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. മറ്റ് വളങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമ്പോഴുള്ള അധിക ചിലവും കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്.
ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. നടിയിൽ കഴിഞ്ഞ് 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ കീടനാശിനി യൂറിയ വളത്തിൽ ചേർത്ത് പാടത്ത് വിതറുകയാണ് ചെയ്യുക. ജില്ലയിൽ ആവശ്യത്തിന് യൂറിയ കിട്ടാനില്ലാത്തതിനാൽ വില കൂടിയ കൂട്ടുവളങ്ങൾ ഉപയോഗിക്കാൻ കർഷകർ നിർബന്ധിതരായിരിക്കുകയാണ്. പൊട്ടാഷിനും ജില്ലയിൽ നേരിയ ക്ഷാമമുണ്ടെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് യൂറിയ വളത്തിന് ഏറെ ആവശ്യക്കാരുള്ള പാലക്കാട് ജില്ലയിലെ ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _ എക്സ് ഹാൻഡിലും ലഭ്യമാണ്. മത്സ്യബന്ധന രംഗത്തെ വികസനം ലക്ഷ്യമിട്ട് ലക്ഷദ്വീപിൽ നടന്ന ആദ്യ നിക്ഷേപക സംഗമത്തിൽ 519 കോടി രൂപയുടെ ആസൂത്രിത നിക്ഷേപം നടന്നതായി സർക്കാർ അറിയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി സഹകരിച്ച് ഫിഷറീസ് വകുപ്പാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുത്തി മത്സ്യബന്ധന നിയമങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഇത് ഉയർന്ന മൂല്യമുള്ള ട്യൂണയും മറ്റ് മത്സ്യ ഉൽപ്പന്നങ്ങളും അന്താരാഷ്ട്ര വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യാൻ മത്സ്യത്തൊഴിലാളികളെ പ്രാപ്തരാക്കുമെന്നും കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള 3ാം ദിനത്തിലേക്ക് കടന്നു. മേള തുടങ്ങിയ ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയായ ഇന്ന് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള 3ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷക പങ്കാളിത്തവും വർദ്ധിച്ചിട്ടുണ്ട്. ആദ്യ 2 ദിവസം പ്രദർശിപ്പിച്ച സിനിമകൾക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത്. ഇന്ന് 11 തിയേറ്ററുകളിലായി 71 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. പലസ്തീൻ പാക്കേജ് ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ നിരവധി ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനവും ഇന്ന് നടക്കുന്നുണ്ട്. ചിലിയൻ ചലച്ചിത്രകാരൻ അബ്ദുറഹ്മാൻ സിസാക്കോ നയിക്കുന്ന മാസ്റ്റർ ക്ലാസ് സെഷൻ ഇന്ന് നിള തിയേറ്ററിൽ നടക്കും. അതേസമയം ചലച്ചിത്രമേളയുടെ 30 വർഷത്തെ ചരിത്രം പ്രതിപാദിക്കുന്ന പ്രദർശനമായ IFFK എക്സ്പീരിയൻസിയേക്കും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന ഫിലിം മാർക്കറ്റിനും ഇന്ന് മേളയിൽ തുടക്കമായി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കും. ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ വിജയം വീതം നേടിയിട്ടുണ്ട്. ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. ദുബായിലെ ICC അക്കാദമി ഗ്രൌണ്ടിലാണ് മത്സരം. മഴ മൂലം 49 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 15 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് നേടിയിട്ടുണ്ട്. ഫൈനൽ ഈ മാസം 21-ന് നടക്കും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രാചീന ആചാരങ്ങളിലൊന്നായ ധനുമാസ കമ്പത്തിനായുള്ള ചടങ്ങുകൾക്ക് മറ്റന്നാൾ തുടക്കമാകും. അടുത്ത മാസം 13-ന് ധനുമാസ കമ്പം നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ദ്വാപരയുഗത്തിൽ കൃഷ്ണനും അർജുനനും അഗ്നിദേവനു വേണ്ടി ഖാണ്ഡവ വനം ദഹിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. ധനു 1-ന് രാവിലെ 8:30-ന് ആറന്മുള ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രതന്ത്രി ദീപം തെളിക്കുന്നതോടെ ക്ഷേത്ര പരിസരത്തെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും തണുങ്ങുപെറുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കവുങ്ങോലകൾ ശേഖരിക്കൽ തുടങ്ങും. പ്രദേശത്ത് തണുങ്ങ് എന്നറിയപ്പെടുന്ന കവുങ്ങോലകളാണ് ധനുമാസക്കമ്പത്തിനായി ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് അഴീക്കോട് ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്ന് രാവിലെയാണ് സംഭവമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ ചോർച്ചയാണ് അപകട കാരണം. തൃശൂർ വലപ്പാട് കോതകുളത്തിന് സമീപം നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ചരക്കുമായി വന്ന ഗുഡ്സ് പിക്കപ്പ് ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. വയനാട് മീനങ്ങാടി സ്വദേശി സേനായി മൻസിലിൽ ഷാഹുൽ ഹമീദ് മകൻ ആഷിഖിനാണ് പരിക്കേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തിൽ ന്യൂഡൽഹിയിൽ ഊർജ്ജ സംരക്ഷണ രംഗത്തെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. മത്സ്യബന്ധന രംഗത്തെ വികസനം ലക്ഷ്യമിട്ട് ലക്ഷദ്വീപിൽ നടന്ന ആദ്യ നിക്ഷേപക സംഗമത്തിൽ 519 കോടി രൂപയുടെ ആസൂത്രിത നിക്ഷേപം നടന്നതായി കേന്ദ്ര സർക്കാർ. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രേക്ഷക പങ്കാളിത്തമേറുന്നു. 3ാം ദിനത്തിൽ മലയാള ക്ലാസിക്കുകളായ വാനപ്രസ്ഥവും ചെമ്മീനും പ്രദർശനത്തിന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് വൈകിട്ട് ധരംശാലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.